ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 11, പേജ് നമ്പർ 716. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായത്തെ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃദ്ധം സത്വമിത്യുത. പദാനുപദം. യഥാഹ യാതൊരിക്കൽ, അസ്മിൻ ദേഹേ ഈ ദേഹത്തിൽ, സർവദ്വാരേഷു സർവദ്വാരങ്ങളിലും, ജ്ഞാനപ്രകാശഃ ജ്ഞാനമായ പ്രകാശം, ഉപജായതേ ഉതഃ ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നുവോ, തഥാ അപ്പോൾ തന്നെ, സത്വം സത്വഗുണം, വിവൃദ്ധം വിവൃദ്ധമായെന്ന്, വർദ്ധിച്ചെന്ന്, ഇതി വിദ്യാത് ഇപ്രകാരം അറിയാം. വിവർത്തനം. ശരീരത്തിൻ്റെ എല്ലാ ദ്വാരങ്ങളും ജ്ഞാനത്താൽ പ്രകാശിതമാകുമ്പോൾ സത്വഗുണത്തിൻ്റെ പ്രഭാവം അനുഭവപ്പെടുന്നു. ഭാവാർത്ഥം. 9 ദ്വാരങ്ങളാണ് ശരീരത്തിലുള്ളത്. 2 കണ്ണുകൾ, 2 ചെവികൾ, 2 നാസാദ്വാരങ്ങൾ, വായ്, ലിംഗം, മലദ്വാരം. ഇവയെല്ലാം സാത്വികതാ ലക്ഷണങ്ങളാൽ പ്രകാശിതമാവുമ്പോൾ മനുഷ്യൻ സത്വഗുണ സമ്പന്നനെന്ന് മനസ്സിലാക്കാം. അത്തരക്കാർ കാര്യങ്ങളെ ശരിയായ നിലയിൽ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യും. അവർ ആന്തരികമായും ബാഹ്യമായും പരിശുദ്ധരാണ്. നവദ്വാരങ്ങളിലും പ്രവൃദ്ധമായ സന്തുഷ്ടിയുടെ ലക്ഷണങ്ങൾ കാണാം. ഇതാണ് സത്വഗുണത്തിൻ്റെ അവസ്ഥ. ഹരേ കൃഷ്ണ.